ഹായ്, എന്താ പരിപാടി? പൃഥ്വിരാജ് മോഹൻലാൽ ടീമിൻ്റെ എമ്പുരാൻ കണ്ടായിരുന്നോ? ലൈംഗിക അതിക്രമങ്ങളും സ്ത്രീകളോടുള്ള ക്രൂരമായ പ്രവൃത്തികളും ചില രാഷ്ട്രീയ പരാമർശങ്ങളൊക്കെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കട്ട് വെർഷന് മുമ്പ് കണ്ടായിരുന്നു. സ്ത്രീകളെ ആക്രമിക്കുന്ന രംഗങ്ങൾ വരുമ്പോൾ അടിയിൽ എഴുതി കാണിക്കുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഒരു പുരുഷൻ്റെ തല വെട്ടിപ്പൊളക്കുന്നു, കുടൽമാല പുറത്തെടുക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ധാരാളം പുരുഷന്മാരെ ഉപദ്രവിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഒന്നും എഴുതി കാണിക്കുന്നില്ല. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സംഭവം എഴുതി കാണിക്കും. ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പാമ്പ്, കുതിര തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാഫിക്സ് മുഖേനയാണ്, അവരെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലയെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾക്കുള്ള വില പോലും ഈ രാജ്യത്ത് പുരുഷന്മാർക്കില്ലേടേ? തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. സ്ത്രീകളെ ഉപദ്രവിച്ചാൽ മാത്രമേ ശിക്ഷയുള്ളൂ, പുരുഷന്മാരെ ഉപദ്രവിച്ചാൽ ഒരു പുണ്ണാക്കും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ പഠിച്ച നിയമത്തിൽ അങ്ങനെയൊന്നുമല്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശിക്ഷാർഹം തന്നെയാണ്. അപ്പം അത്തരത്തിലൊരു നിയമം നിലവിലിരിക്കെ എന്തുകൊണ്ടാണ് പുരുഷനെ ആക്രമിക്കുമ്പോൾ മാത്രം താഴെ ഇങ്ങനെ എഴുതി കാണിക്കാത്തത്? അത് പുരുഷന്മാരോട് എന്തുമാകാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണോ? അല്ലെങ്കിൽ പുരുഷന്മാരെ ഉപദ്രവിക്കുന്നത് ശിക്ഷാർഹമല്ല എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണോ? രാജ്യത്ത് ഒരു നിയമമുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം എഴുതി കാണിക്കരുത്. എഴുതി കാണിക്കുന്നെങ്കിൽ എല്ലാ വിഭാഗത്തിനും എഴുതി കാണിക്കണം. അല്ലെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കണം, സ്ത്രീകളോടും കുട്ടികളോടും പുരുഷന്മാരുമോടുമുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണെന്ന് ആദ്യം എഴുതി കാണിക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ എമ്പുരാൻ്റെ പുതിയ വെർഷൻ ഇറങ്ങും. അതിൽ 17 കട്ടുണ്ടാവും. അങ്ങനെ കട്ട് ഉണ്ടാവുന്ന കൂട്ടത്തിൽ പുരുഷന്മാരെ ആക്രമിക്കുന്ന രംഗങ്ങളുണ്ടെങ്കിൽ പുരുഷന്മാരെ ആക്രമിക്കുന്നതും നിയമപരമായി ശിക്ഷാർഹമാണെന്ന് എഴുതി കാണിക്കുക. അന്ത് വക്കീലുള്ള നിങ്ങൾ എമ്പുരാൻ ടീമിനോട് മാത്രം ഇങ്ങനെ പറയുന്നത്? ബാക്കി എല്ലാ സിനിമയിലും ഉള്ള കാര്യം തന്നെയാണല്ലോ അവരും കാണിച്ചത്. ആയിരിക്കാം. പക്ഷെ എമ്പുരാൻ ടീം എന്ന് പറയുന്നത് നിസ്സാര ടീമൊന്നുമില്ല. വലിയ പുള്ളികളാണ്ടേ. മോഹൻലാൽ, പൃഥ്വിരാജ്, ആൻ്റണി പെരുമ്പാവൂർ, ഗോകുലം, ഗോപാലൻ, അതായത് മലയാള സിനിമയിൽ എന്ത് വേണമെന്ന് നിശ്ചയിക്കുന്ന ടീമുകളാണ്. അവർ തന്നെയാണ് പല പുതിയ സംരംഭങ്ങളും കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളും അവരിലൂടെ നടത്തട്ടെ. അവർ വിചാരിച്ചാൽ നടക്കും. അതുപോലെ തന്നെ സെൻസർ ബോർഡ് അംഗങ്ങളോട്, അവരാണല്ലോ ഇതൊക്കെ വേണമെന്ന് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. പുരുഷന്മാരെ ആക്രമിക്കുന്നതും ശിക്ഷാർഹമാണ് എന്ന് പുരുഷന്മാരെ ആക്രമിക്കുന്ന സീനുകളുടെ അടിയിൽ എഴുതി കാണിക്കാൻ സെൻസർ ബോർഡ് നിയമം കൊണ്ടുവരണം. പുരുഷന്മാരുടെ ഈ ഒരു അവകാശത്തിന് വേണ്ടി എമ്പുരാന്മാർ കനിയണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഇതൊക്കെ അവന്മാർ കേൾക്കുമോ എന്തോ?